ഹലോ മച്ചാന്മാരെ, എല്ലാവരും സോജസ് വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ ഇന്ന് കാണിക്കുന്ന എല്ലാ ബേഡ്സൊക്കെ DNA ഉണ്ട്. ഒരു ബേഡ്സിന് പോയിട്ട് ബാക്കി എല്ലാത്തിനും DNA കാർഡ് അടക്കമുണ്ട്. ഓക്കെ, അപ്പം ഇത് നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളിത് പ്രൈസ് വരുന്നത് നമുക്കൊരു സിംഗിൾ പീസ് ഒരു 1500 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം അത് ഒരുവിധം എല്ലാ ബേഡുകൾക്കും 1000-1500 രൂപ ആ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം കുറച്ച് പൈസ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ബേഡ്സിൻ്റെ വില കുറയ്ക്കുന്നതല്ല, എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമായത് കൊണ്ടാണ്. അപ്പം ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വേഗം ഒന്ന് വിളിക്കുക. താല്പര്യമുള്ളവർ മാത്രമാണ്, ചുമ്മാ വില അറിയാൻ വേണ്ടി മാത്രമായിരിക്കരുത്. താല്പര്യമുള്ളവർ വിളിക്കുക. DNA കാർഡ് എല്ലാത്തിനും കാണിക്കുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് മാവോ പാർബ്ലൂ സേബിൾ ഹെഡ് ഒരു പൈഡിൻ്റെ ഒരു കൺഫേം ഫീമെയിലും അതേമാതിരി വയലറ്റ് പൈഡ് സേബിൾ ഹെഡിൻ്റെ ഒരു മെയിലുമായിട്ടുള്ളൊരു ബ്രീഡിങ് പെയറാണിത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ബോണ്ടിങ് പെയറാണ്. ഒരു ക്ലച്ച് ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് മുട്ട വിരിഞ്ഞിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ക്ലച്ചാണ്, നമ്മൾ മുട്ട വിരിഞ്ഞിട്ടില്ല. മാറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ട്. അത് അപ്പം അത്രയ്ക്ക് നല്ലൊരു ബേഡാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് വിഷ്വലായിട്ട് കണ്ടതുകൊണ്ടാണ് അത്രയ്ക്ക് ഗ്യാരണ്ടി പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ളൊരു കൺഫേം ബ്രീഡിങ് പെയറാണിത്. അതിൽ മെയിലിന് DNA PDF ഉണ്ട്. അതേമാതിരി അതിൻ്റെ DNA കാർഡ് ഞാൻ അവിടെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ മിക്കവാറും നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് എന്താ ഞാൻ DNA കാർഡ് ഒപ്പിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. അതേമാതിരി എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് തിരഞ്ഞ് നോക്കുകയാണ്. അതേമാതിരി വയലറ്റ് പാർബ്ലൂ മാസ്ക് ആണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വണ്ടൂരിൽ നിന്ന് എടുത്തതാണ് ഈ ബേഡുകളൊക്കെ എല്ലാം. അപ്പം മലപ്പുറത്തു നിന്നാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ അത് യാഷിക് ദയവേറി എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ വട്ടം യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്രീഡിങ് പെയറും കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടംമാതിരി എൻ്റെ പണ്ടത്തെ വീഡിയോകൾ നോക്കിയാൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ പേരൻസാണ്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ബേഡാണ് ആ വയലറ്റ് പാർബ്ലൂ മാസ്ക്. അടുത്തായിട്ട് വന്നിട്ട് അതിൻ്റെ മാവോ പാർബ്ലൂ മാസ്ക് ആണ് മെയില്. അപ്പം കാണുമ്പോൾ അറിയാം DNA കാർഡ് അതിനുണ്ട്. ആ ഒരു പെയറാണ്, കൺഫേം ബ്രീഡിങ് പെയറാണ്. അതിൻ്റെ നെഞ്ചിലെ ഫെദർ ഉള്ള അത് മെയിലിൻ്റെ ഫെദർ പ്ലക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അടുത്ത് ബ്ലൂ യൂവിങ് ഫിഷർ നമ്മൾ യൂട്യൂബ് ചാനലിലെ വീഡിയോക്ക് ലാസ്റ്റ്, ഈ വീഡിയോയിലെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് അടുത്തായിട്ട് വന്നിട്ട് ഒരു വയലറ്റ് സ്പ്ലിറ്റ് നയാസയാണ്. അപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഒരു നയാസ ഫസ്റ്റ് കാണിക്കുന്നത്. ഈ കാണുന്നതിൽ കുമ്പിരിക്കുന്നതിൽ ആ മാസ്കിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മേടാണ് വയലറ്റ് സ്പ്ലിറ്റ് നയാസ. അപ്പം അതിൻ്റെ പേരൻസും ഏതൊക്കെയാണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് തന്നെ. ഓക്കെ, അപ്പോൾ ആർക്കും വേണവർ ചോദിക്കുക. അപ്പം ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതിലിനി ഒരു ബേഡൊക്കെ DNA ഇല്ല. കാര്യം ഇവരെ കുഞ്ഞാണ്, ഈ പാർബ്ലൂ മാസ്കിൻ്റെ ഒരു കുഞ്ഞാണ് ഈ അതാ മേലെ ഇരിക്കുന്ന, തൊട്ട് മേലെ ഇരിക്കുന്ന മാവോ പാർബ്ലൂ മാസ്ക് ബേഡാണത്. അതിന് DNA എടുത്തിട്ടില്ല ബേഡ്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ബ്രീഡിംഗ് പെയറും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ തരാം. കുഞ്ഞിന് ഏകദേശം ഒരു 8 മാസത്തിൽ മേലോട്ട് പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. ഹെഡിലായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബേഡുകളാണത്. അപ്പം ഇതാണ് ആ ഒരു മാസ്കിൻ്റെ പെയർ വരുന്നത്. അടുത്തായിട്ട് വന്നിട്ട് ഇപ്പോൾ നയാസ ഇപ്പോൾ ഇരിപ്പുണ്ട്. കറക്റ്റായിട്ട് കാണാൻ പറ്റുക നയാസ. അത് കഴിഞ്ഞാൽ ബ്രീഡിംഗ് പെയർ. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഏകദേശം എല്ലാവർക്കും DNA കാർഡുണ്ട്. ഒരാൾക്ക് പോയിട്ട് മാത്രം DNA കാർഡില്ല. ഓക്കെ, ബാക്കി എല്ലാവർക്കും DNA കാർഡുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ബേഡ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അപ്പം ഒരു മാന്യമായ വില. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒരു വിലയുണ്ട്. കാര്യം ആ ഒരു ബേഡുക്ക് നമ്മൾ ഫുഡ് അതിന് നമ്മൾ കൊടുക്കുന്ന ആ കെയർ, അതിനനുസരിച്ചുള്ള വില മാത്രമാണ് എടുക്കുന്നത്. ബേഡ്സിൻ്റെ വിലയായിട്ട് എടുക്കില്ല. നമ്മളൊരു മാന്യമായ വില പറയുന്നുണ്ട്. ഇതായിപ്പോൾ കാണുന്ന ആ ഒരു കൊമ്പിരിക്കുന്ന ഒറ്റ ബേഡിന് മാത്രമേ DNA കാർഡില്ലാത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും DNA കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഇവർ ഹെൽപ്പായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഒരാൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം അവർക്ക് നമുക്ക് കൊടുക്കണം, ഏത് വിധത്തിലായാലും കൊടുക്കണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പേർ കൊടുക്കുന്നത്. അത്രയ്ക്ക് നല്ല പേരാണ്, നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഇറക്കുന്ന പേരുകളാണ്. അപ്പം ഇത് ഫുള്ളായിട്ടൊന്ന് അനലൈസ് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് ഫുള്ള് എന്ന് വെച്ചാൽ നമ്മൾ 6 പേരും കാണിക്കുന്നതാണ്. ഇതിൽ 5 പേർക്കും DNA കാർഡുണ്ട്, ഒരാൾക്ക് മാത്രമേ DNA കാർഡുള്ളൂ. ഇതാണ് എൻ്റെ ബ്ലൂ യൂവി ഫിഷർ മെയിലാണ്. ഇതിനും DNA കാർഡുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ആ ബേഡൊക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പെട്ടെന്ന് ഈ നമ്പറിലോട്ട് വിളിക്കുക. അവസാനം ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവസാനം ബേഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരാതിപ്പെടരുത്. ഇത്രയേ എൻ്റെ കയ്യിലുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഒരു ആൽബിനോ ഫിഷറും ഒരു ഗ്രീൻ ഫിഷർ ഒപ്പിലായിട്ടുള്ള പേർ